തിരുമാറാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രകൃതിക്ഷോഭത്തിൽ തകർന്ന ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂര അടിയന്തരമായി നന്നാക്കിയില്ല എങ്കിൽ HMനെതിരെ കേസെടുക്കേണ്ടി വരുമെന്ന് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളിലെത്തിയ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ട ഓഡിറ്റോറിയത്തിന്റെ അവസ്ഥ കണ്ടാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. തിരുമാറാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 കോടി രൂപ അനുവദിച്ചു പണിയുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1 കോടി രൂപ കൂടി വീണ്ടും നിർമ്മാണത്തിനായി അനുവദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ 1 കോടി രൂപ MLA ഫണ്ടിൽ നിന്നുകൂടി വയ്ക്കുവാൻ അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് MLA ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആശാ സനൽ മുഖ്യപ്രഭാഷണം നടത്തി. അടിയന്തരമായി ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂര നവീകരിക്കാൻ 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് എന്ന് ആശാ സനൽ അറിയിച്ചു. ഈ ഷീറ്റ് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റിക്കൊള്ളുക, അല്ലെങ്കിൽ HM ഒന്നാം പ്രതിയാണ് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുക. തൊട്ടടുത്തോട്ട സ്കൂളിലാണ് HM സസ്പെൻഷനിൽ ഇരിക്കുകയാണ്. DO വിശദീകരണ നോട്ടീസ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ചരിത്രത്തിനാദ്യമായി ഒരു മാനേജ്മെൻറ്റിനെ പിരിച്ചുവിട്ട സംഭവം അടക്കം ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുത്ത്? ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ്. മാനേജറെ പിരിച്ചുവിട്ടു. അപ്പോൾ ഇവിടെ മാനേജറില്ല, അതിന് പകരം HMഉം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പാളും ഈ പ്രദേശത്തെ AIO DOമാരും ഇതിന് മറുപടി പറയേണ്ടി വരും. ഞാൻ ഈ കാറ്റടിച്ചപ്പോൾ അതിന് നോക്കുകയാണ്, ഇത് പറന്ന് വീഴുകയില്ലേ എന്നുള്ള വിവരം. എത്രയും പെട്ടെന്ന് പഞ്ചായത്തോട് സഹകരിച്ചുകൊണ്ട് അതിനൊരു മാറ്റം വരുത്തണമെന്ന് ഞാൻ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു നിർദ്ദേശമായി കരുതിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് കുട്ടികളുടെ രക്ഷ, ഒരു കുട്ടി മരിച്ചതിന് ശേഷം അവൻ്റെ വീട്ടിൽ ചെന്ന് കരഞ്ഞുകൊണ്ടോ ആവശ്യമുള്ള പണം കൊണ്ട് കൊടുത്തുകൊണ്ടോ ഒരു കാര്യവുമില്ല. ഒരു കുട്ടിയുടെ ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മകൻ്റെ ജീവനാണ്. അവൻ നമ്മുടെ കേരളത്തിൻ്റെ മക്കളാണ്. അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ടീച്ചർമാർക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്, PTAക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത PTA എന്ന് വേണ്ട, ആ PTA എല്ലാം പിരിച്ചുവിടാൻ വേണ്ടി പോവുകയാണ്. PTA മത്സരം നടക്കുമ്പോൾ എന്തൊരു ജാഗ്രതയും ബഹളമാണ്. ആരായിരുന്നാലും മത്സരം നടന്നു കഴിഞ്ഞാൽ പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ആയി ഇവിടെ വന്ന് എല്ലാ ദിവസവും നോക്കിയിട്ട് പോകുന്നതല്ലാതെ കണ്ണി കാണുന്ന ഇത്തരം കാര്യങ്ങൾ പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു പരിശ്രമം നടത്തുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.